ഹലോ. ഞാൻ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ബാലമ്പിളിയാടോ. ആ മനസ്സിലായി. എടോ, നീ കെട്ടാൻ പോണ പെണ്ണില്ലേ പഞ്ചരത്നത്തിലെ അമൃത? ആ അതെ. അവളുടെ പേരിൽ ഒരു ദിവ്യപ്രഭ ആധാരം മോഷ്ടിച്ചു എന്ന് കാണിച്ച് ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ആ കംപ്ലൈന്റോ? എപ്പോഴാ വന്നത്? ആ എന്താ കാര്യം? ഈ ദിവ്യപ്രഭയ്ക്ക് പണയപ്പെടുത്തി കാശ് വാങ്ങിച്ച പഞ്ചരത്നത്തിന്റെ ആധാരം മോഷ്ടിച്ചു എന്നാണ് പരാതി പറയുന്നത്. അതിൽ സത്യം വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. ആ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോളാൻ പറ. 2 ദിവസത്തിനുള്ളിൽ പഞ്ചരത്നത്തിൽ ഒരു പോലീസ് റെയ്ഡ് ഉണ്ടാവും. പഞ്ചരത്നത്തിലോ? അതെ, പണയപ്പെടുത്തിയ ആധാരം മോഷ്ടിച്ച് കൈവശം വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു രഹസ്യ നീക്കമാണ്. അറിഞ്ഞത് ഞാൻ നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. നീ ഒന്ന് അവിടെ എത്തി അന്വേഷിക്കും. വെറുതെ കേസാക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. നിന്നോടുള്ള ആത്മാർത്ഥത വെച്ച് പറഞ്ഞതാണ്. രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ആ ശരി. ഹലോ അഖില. ആകാശേട്ടാ, ഇവിടെ നടന്നത് വല്ലതും ആകാശേട്ടൻ അറിഞ്ഞിട്ടാണോ? അവിടെ ഇപ്പൊ എന്ത് നടന്നു നീ പറയാതെ എങ്ങനെയാ ഞാൻ അറിയാനാ? സുമേഷേട്ടനും ദിവ്യപ്രഭയും അവിടുന്ന് ഒന്നും പറയാതെയാണോ ഇറങ്ങിപ്പോന്നത്? ആ വീട്ടിലാരോടും പറയാതെ അവരെങ്ങോട്ടെങ്കിലും പോകുന്നത്. എന്താ ഇപ്പോ അവിടെ വന്നിരുന്നോ? വന്നൂന്ന് മാത്രമല്ല, ഇവിടെ ഒരു യുദ്ധം തന്നെ അഴിച്ചുവിടുകയായിരുന്നു. എന്താ ഉണ്ടായേ പറയ്. എടി, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ആകാശേട്ടനെ എല്ലാം അറിയണം. ദിവ്യപ്രഭ എന്തോ കണക്കുകൂട്ടി തന്നെയാ. എല്ലാത്തിനും കൂട്ടി നിൽക്ക സുമേഷേട്ടനും. ഇതിപ്പോ എന്താ ഏട്ടത്തിന്റെ മനസ്സിലിരിപ്പ്? ഇനി നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടിയാണോ? അങ്ങനെ സംശയിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പഞ്ചരത്നത്തിലെ സ്വത്ത് സമ്പാദ്യം ആഗ്രഹിക്കുന്നെന്ന് തോന്നുന്നു. അല്ലാതെ പിന്നെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും അമൃതേച്ചിക്ക് 2 കോടി രൂപ കൊടുക്കോ? ഇങ്ങനെ കൊടുത്തു എന്നൊന്നും പറയാതെ. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഏട്ടത്തിന്റെ കയ്യിൽ എങ്ങനെയാ 2 കോടി രൂപ ഉണ്ടാവുന്നത്? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.